ഹലോ jjtalksന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മളൊരു മേക്കപ്പ് വീഡിയോ ആണ്. എൻ്റെ ചെറിയൊരു മേക്കപ്പ് വീഡിയോ ആണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഞാൻ വലിയ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒന്നും അല്ല, പക്ഷെ ഞാൻ ചെയ്യുന്ന എൻ്റെ മേക്കപ്പ് വീഡിയോ ആണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ മേക്കപ്പ് ഇടുന്നതിന് മുമ്പായിട്ട് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുക. അപ്പോൾ ഞാൻ വാഷ് ചെയ്തിട്ട് നിൽക്കുകയാണ്, റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ mcaffein ഫേസ് വാഷ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ ഒരു തവണ ഞാൻ ഹോസ്റ്റലൊക്കെ നിൽക്കുമ്പം ഒരു ഫേസ് വാഷ് യൂസ് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ അന്നൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പം നമുക്കറിയാവുന്ന ഒരു സോപ്പ് ഇട്ട് കഴിഞ്ഞാലും ഫേസ് ഭയങ്കര ഡ്രൈ ആയിട്ട് മാറും. അപ്പം പക്ഷേ ഇത് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ ഡ്രൈനെസ് അല്ല, നല്ലൊരു ഓയിലി കണ്ടന്റ് പോലെയും വരും, പക്ഷെ ഓയിൽ ആവത്തുമില്ല. നല്ല സ്മൂത്ത് ആയിട്ട് നമുക്ക് തോന്നും, പിന്നെ നല്ലൊരു ബ്രൈറ്റ് സ്കിന്നായിട്ട് നമുക്ക് തോന്നുകയും ചെയ്യും. അപ്പം നമ്മൾ ഫേസ് നന്നായിട്ട് ഏതെങ്കിലും നിങ്ങളുടെ ഏതാണ് ഫേവറേറ്റ് ഫേസ് വാഷ്, ആ ഫേസ് വാഷ് ഉപയോഗിച്ച് നമ്മൾ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിനുശേഷം ഇപ്പം ഞാൻ മേക്കപ്പ് ഇടാനായിട്ട് പോവുകയാണ്. അതിന് മുമ്പായിട്ട് നമുക്ക് ഡ്രസ്സ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് വരാം. സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി തുടങ്ങാം അല്ലേ. അപ്പോൾ നമ്മളൊരു പ്രൈമർ യൂസ് ചെയ്യുക. അപ്പോൾ പ്രൈമർ നമുക്ക് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പം എൻ്റെ ഞാൻ യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ ഉപയോഗിക്കുകയാണ് ബേസായിട്ടല്ല, സൺസ്ക്രീൻ നമുക്ക് പ്രൊട്ടക്ഷൻ ആണല്ലോ. അപ്പം ഞാനങ്ങനെ പ്രൈമർ ഇടുന്നത് നമുക്ക് സ്കിന്നിന് നല്ലതാണ്. ഓക്കെ, ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ലോട്ടസിൻ്റെ സൺസ്ക്രീനാണ്. ഓക്കെ, അപ്പം അത് നമ്മൾ ബേസായിട്ട് സൺസ്ക്രീൻ ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ ബേസ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈ മേക്കപ്പ് ഒക്കെ യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിന് അത്ര നല്ലതല്ല. അപ്പോൾ അത് ഡയറക്റ്റായിട്ട് നമ്മുടെ സ്കിന്നിനെ അഫക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ബേസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അതിനുശേഷം ഞാൻ യൂസ് ചെയ്യുന്നത് ലാക്മേയുടെ ഫൗണ്ടേഷനാണ്. ഞാൻ കൈവച്ച് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്യൂട്ടി ബ്ലെൻഡറോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. നമ്മുടെ ഫേസിൽ ഫുൾ അപ്ലൈ ചെയ്യുക. എൻ്റെ ഫേസിൽ ഇങ്ങനെ ബ്ലാക്ക് മാർക്സ് ഒക്കെ ഉണ്ട്, നിങ്ങൾക്ക് കാണാതിരിക്കുമല്ലേ. ഒക്കെ നന്നായിട്ട് എല്ലായിടത്തും അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ, എല്ലായിടത്തും അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇനി ഞാൻ കൺസീലർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് instantagerewind ഒരു കൺസീലറാണ്. ഞാനിത് ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഫൗണ്ടേഷൻ യൂസ് ചെയ്യാം. ചിലർ നേരെ തിരിച്ച് ചെയ്യുന്നവരുണ്ട്, കൺസീലർ യൂസ് ചെയ്തിട്ട് പിന്നെ ഫൗണ്ടേഷൻ ഇടുന്നവരുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. അപ്പോൾ കൺസീലർ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ രണ്ടും ഒരുപോലെ തന്നെയാണ്. ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ ബ്ലാക്ക് മാർക്സ് ഒക്കെ ആണെങ്കിൽ ഒന്ന് കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് കൺസീലർ നമുക്ക് യൂസ് ചെയ്യാം. കൺസീലർ നമുക്ക് ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ചെയ്യാം. ഇത് നമ്മൾ ഫസ്റ്റ് ഞാൻ തിരിച്ചു കൊടുത്താൽ മതി. തിരിച്ചു കൊടുക്കുമ്പോൾ ഇതിനകത്തിൽ ആയിക്കോളും. അപ്പോൾ നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ് എവിടെയൊക്കെയാണോ നമ്മുടെ കണ്ണിൻ്റെ, എനിക്ക് നല്ല ഇപ്പോൾ കണ്ണിൻ്റെ അടിയിലൊക്കെ നല്ല കറുപ്പുണ്ട്. പിന്നെ നമ്മുടെ ഈ ഇതുണ്ട്, പിമ്പിൾസൊക്കെ വന്നിട്ട് നല്ല പാടുണ്ട്. അപ്പോൾ അവിടെ, പിന്നെ ഈ മൂക്കിൻ്റെ ഇവിടെ, പിന്നെ ഈ താടിയുടെ ഇവിടെ. ഓക്കെ, പിന്നെ ഇവിടെ നമുക്ക് ഒരു കറുപ്പുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ഒക്കെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇപ്പം ഇതെൻ്റെ ആ കറുത്ത പാടുകളൊക്കെ പോയിട്ടുണ്ടല്ലേ. കുറച്ചുകൂടെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ.
കണ്ടോ? അപ്പോൾ നമ്മുടെ കൺസീലർ ഇട്ടത് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഇതാ ഇപ്പം നമ്മുടെ ഏകദേശം ബ്ലാക്ക് മാർക്സ് ഒക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ചെറിയൊരു എന്താ പറയുന്ന ഒരു ഓയിൽ കണ്ടൻറ്റ് പോലെ അല്ലേ എന്തെങ്കിലും ഉണ്ട്. അപ്പോൾ ഞാനൊന്ന് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ലാക്മേയുടെ തന്നെ കോമ്പാക്ട് പൗഡറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ യൂസ് ചെയ്ത് കുറേയൊക്കെ പോയിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഇതിന് ഇട്ടുകൊടുക്കാം. അപ്പം ജസ്റ്റ് അതൊന്ന് ഫിക്സ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് കണ്ണെഴുതാം. കണ്ണെഴുതാനായിട്ട് ഇവിടെ ഐലൈനർ ഫസ്റ്റ് യൂസ് ചെയ്യണം. ഞാണെങ്കിൽ ഇച്ചിരൂടെ വലുതായിട്ടാണ് എഴുതുന്നത്. അപ്പം നമ്മുടെ കണ്ണ് നല്ല വലിപ്പമായിട്ട് നമുക്ക് തോന്നും. പിന്നെ ഇവിടെ ചെറിയൊരു വാല് കൊടുക്കും. ഉണ്ടോ? മറ്റേ കണ്ണൂടെ എഴുതാം. ഓക്കെ, അങ്ങനെ ഐലൈനർ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അടുത്തായിട്ട് നമുക്ക് കണ്ണിൻ്റെ അടിയിൽ കാജൽ, ഐടെക്സിൻ്റെ കാജലാണ് യൂസ് ചെയ്യുന്നത്. യെസ്, ഏകദേശം നമ്മുടെ ഫിനിഷ് ആവാറായി. കണ്ണിൻ്റെ അടിയിൽ നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി നമുക്ക് ലിപ്സ്റ്റിക് ഇടാം. ഞാൻ മാക്കിൻ്റെ ലിപ്സ്റ്റിക്കാണ് എൻ്റെ കയ്യിലുള്ളത്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഓക്കെ, ഇതൊന്ന് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പം അങ്ങനെ നമ്മുടെ ഏകദേശം നമ്മുടെ മേക്കപ്പ് ഒന്ന് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് തലമുടി ഒന്ന് ഫിക്സ് ആക്കണം. പിന്നെ കമ്മൽ. ഓക്കെ, ഞാൻ എടുത്തിരിക്കുന്ന കമ്മൽ ചെറിയൊരു ജിമിക്കയാണ്. നമുക്കത് ഇടാം. ഹിന്ദി കിട്ടി. ഓക്കെ, കമ്മലിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് മുടിയോടെ ഒന്ന് ഫിക്സ് ചെയ്യാം. നമ്മൾ മസ്കാര ഇടാൻ മറന്നു കേട്ടോ. നമുക്ക് മസ്കാര ഇടാം. മുടിയൊക്കെ കെട്ടിയിട്ട് തന്നെ വേണം കേട്ടോ ഈ മസ്കാര ഇടാൻ. ഓക്കെ, നമ്മൾ മസ്കാര ഇടാം. ഇനി നമുക്ക് മുടി ഒന്ന് സെറ്റ് ചെയ്യാം. ഞാൻ ഇങ്ങനെയാണ് മിക്കപ്പോഴും എടുക്കാറുള്ളത്. മേലോട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പൊക്കി വിടും. മേലൊരു പഫ്, ചെറിയൊരു പഫ്. എന്നിട്ട് ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് ഒരു ക്ലിപ്പ്. ഇത്രയേ ഉള്ളൂ. നമ്മുടെ മേക്കപ്പ് വീഡിയോ ഇവിടെ കഴിഞ്ഞു. എങ്ങനെയുണ്ട് മേക്കപ്പ് വീഡിയോ? നിങ്ങളെ തന്നെ പറയണം കേട്ടോ, എങ്ങനെ ഉണ്ടായിരുന്നു. നല്ല കമൻസ് പറയണം കേട്ടോ. എങ്ങനെയുണ്ട്? കൊള്ളാവോ? ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേ പോകാവൂ. ഓക്കെ, പിന്നെ നല്ല സുന്ദരി ഗേൾസ് ഉണ്ടല്ലേ, അപ്പോൾ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ,
താങ്ക് യു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ.